Good afternoon. Inverse trigonometric function ആറാമത്തെ ക്ലാസ്സാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ലാസ്റ്റ് 6 ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ആണല്ലോ. അപ്പോൾ ഇൻവേഴ്സിലും 6 ഉണ്ടാവുക. ആറാമത്തെ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ സീക്ക് ഇൻവേഴ്സ് ഫംഗ്ഷൻ. സീക്ക് ഇൻവേഴ്സ് ഫംഗ്ഷനെ പറ്റി നമുക്ക് പഠിക്കണമെങ്കിൽ ആദ്യം ട്രിഗണോമെട്രിയിലെ സീക്ക് ഫംഗ്ഷൻ ഒന്ന് ഫസ്റ്റ് ഇയറിൽ പഠിച്ചതൊന്ന് നിങ്ങൾ ഓർത്തെടുക്കണം. അപ്പോൾ അതിനെപ്പറ്റി ഞാനൊന്ന് പറയാം. +1 കേട്ട കാര്യങ്ങൾ തന്നെയാണ്. y = sec x. sec x എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലുണ്ടാവും sec x = reciprocal of cos x, 1/cos x. അപ്പോൾ sec x ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്തായിരുന്നു, പ്രയാസം എന്തായിരുന്നു എന്ന് ഓർമ്മ ഉണ്ടാവും. കോസിൻ്റെ വില 0 ആവുമ്പോഴാണ് സീക്കിന് പ്രയാസം വരിക. കോസിൻ്റെ വില 0 ആവുമ്പം സീക്ക് നോട്ട് ഡിഫൈൻഡ് ആയിപ്പോവും. അതുകൊണ്ട് തന്നെ സീക്ക് എക്സിൻ്റെ ഡൊമെയിനിൽ റിയൽ നമ്പർ സെറ്റ് കംപ്ലീറ്റ് ഉണ്ടായിരുന്നില്ല. റിയൽ നമ്പർ സെറ്റിൽ നിന്ന് നമ്മൾ കോസ് 0 ആവുന്ന നമ്പേഴ്സ് എല്ലാം ഒഴിവാക്കണം. ആർക്കായിരുന്നു കോസ് 0 ആയിരുന്നത്? ടാനിൻ്റെ അതേ സിറ്റുവേഷൻ അല്ലേ. അപ്പോൾ ടാൻ്റെ അതേ ഡൊമെയിനാണ് സീക്ക് ഫംഗ്ഷന് വരിക. ഡൊമെയിന് 6 കംപ്ലീറ്റ് ഇല്ല, r- set of all odd multiples of π/2. odd multiple of π/2 എങ്ങനെ പേരിടാം? 2n + 1 π/2 where n is an integer. അപ്പോൾ ടാനിൻ്റെ അതേ ഡൊമെയിനാണ് സീക്കിന്, കോട്ടിൻ്റെ അതേ ഡൊമെയിനാണ് കൊസീക്കിന്. പിന്നെ റേഞ്ച് നിങ്ങൾ +1 കേട്ടതാണ്. കൊസീക്കിൻ്റെ അതേ റേഞ്ചാണ് സീക്കിന്. നെഗറ്റീവ് സൈഡിൽ -∞ എന്ന് വന്നിട്ട് അപ് ടു -1 വരെ ഇൻക്ലൂഡിങ് -1. അപ്പോൾ ക്ലോസ്ഡ് -1 യൂണിയൻ. പിന്നെ കുറച്ച് റേഞ്ച് ഔട്ടായി 1 ന്ന് മുകളിലേക്കാണ് പിന്നെ റേഞ്ച്. അപ്പോൾ ക്ലോസ്ഡ് 1 ∞. അതല്ലെങ്കിൽ ഇതിനെ വേറൊരു കോലം എങ്ങനെയാണ്? r- ഓപ്പൺ ഇൻ്റർവൽ -1 to 1. ഈ ഡൊമൈനും റേഞ്ചും ഒക്കെ ഫസ്റ്റ് ഇയർ ട്രിഗണോമെട്രിയിൽ വന്നതാണ്. ഇനി ഇതിൻ്റെ ഗ്രാഫും കൂടി ഞാനൊന്ന് ഒന്ന് വരയ്ക്കാം. അത് വെച്ചിട്ട് വേണം നമ്മൾ ഇൻവേഴ്സിലേക്ക് പോകാൻ. അപ്പം ഇനി ഞാൻ വരയ്ക്കാൻ പോകുന്നത് +1 വരച്ച സീക്ക് ഫംഗ്ഷൻ്റെ ഗ്രാഫാണ്. XY ആക്സസ്, (0) π/2 π 3π/2 2π etc. നെഗറ്റീവ് ഭാഗത്തേക്ക് -π/2 -π -3π/2 etc. പിന്നെ നമ്മൾ റേഞ്ചിൽ 1 അതിൻ്റെ മേലോട്ടും -1 താഴോട്ടും ആയതുകൊണ്ട് 1 ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യണം. 1 -1 മാർക്ക് ചെയ്യണം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് x ആക്സിസിൽ നമുക്ക് പറ്റാത്ത നമ്പേഴ്സിനെ ഒന്ന് ഒഴിവാക്കണമല്ലോ. പറ്റാത്തത് ഓഡ് മൾട്ടിപ്പിൾസ് ഓഫ് π/2. അപ്പോൾ ഒന്നാമത്തത് π/2 അത് നമ്മൾ ഡിലീറ്റ് ചെയ്തു. ദെൻ അടുത്ത ഓഡ് മൾട്ടിപ്പിൾ ഓഫ് π/2 3π/2. പിന്നെ ഒഴിവാക്കേണ്ടത് 5π/2 7π/2 etc. അതങ്ങനെ പോകും. നെഗറ്റീവ് ഭാഗത്തേക്ക് ഏറ്റവും ആദ്യം -π/2 ഡിലീറ്റ് ചെയ്തു. ദെൻ അടുത്ത ഒഴിവാക്കേണ്ടത് -3π/2. ഇനി ഈ ബൗണ്ടറിക്കകത്ത് ഗ്രാഫ് വന്നത് ഓർമ്മല്ലേ? 0ൻ്റെ സീക്ക് 1 ആണ് ഇവിടെ ഉണ്ടാവുക. ദെൻ 0 ന്ന് π/2 പോകുമ്പോൾ സീക്ക് 1 ന്ന് ഇൻഫിനിറ്റിക്ക് ഇൻക്രീസ് ചെയ്യും.
അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ ഒരു ഷേപ്പ് ഇങ്ങനെ കയറിപ്പോവും. അത് ഈ ഇൻ്റർവെല്ലിൽ ഇങ്ങനെ തിരിഞ്ഞ് നിൽക്കും. ഇതാണ് ഇവിടെ വരിക. അടുത്തത് അത് താഴേക്ക് തുറന്ന് നിൽക്കും. അടുത്ത ഇൻ്റർവെല്ലിൽ അത് താഴേക്കാണ് നിൽക്കുക. നിങ്ങൾ കണ്ടതാണ്. അതിൻ്റെ അടുത്തിൽ അത് മേലോട്ട് നിൽക്കും. ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകുന്ന ഷേപ്പാണ്. അപ്പോൾ ഒന്ന് ഇടവിട്ട ഇൻ്റർവെല്ലും മേലെയും താഴെ ഇങ്ങനെ മാറി മാറി വരും. അപ്പോൾ ഇതിൽ താഴെയാണ് വരിക. ഇതാണ് +1 കണ്ട സീക്ക് ഫംഗ്ഷൻ്റെ ഗ്രാഫ്. നമ്മളെന്താ പഠിക്കാൻ പോണത്? ഇത് ഫംഗ്ഷനാന്നുള്ള കാര്യത്തിൽ സംശയം ഉണ്ടോ നിങ്ങൾക്ക്? ഇതിന് നിങ്ങൾ എവിടെ വെർട്ടിക്കൽ ലൈൻ വരച്ചാലും ഒന്നിൽ കൂടുതൽ പോയിന്റിൽ കട്ട് ചെയ്യില്ല. അപ്പോൾ നമ്മളിനി എന്താ ചെയ്യുക? മറ്റേ 5 ചെയ്ത പോലെ ഇതിൻ്റെ ഇൻവേഴ്സ് റിലേഷൻ ആദ്യം ഉണ്ടാക്കും. എന്നിട്ട് അത് ഫംഗ്ഷൻ ആവത്തക്ക രീതിയിൽ അതിനെ നമ്മൾ മുറിച്ചെടുക്കും. അപ്പം ഞാൻ ഈ ഗ്രാഫെല്ലാം ഇൻവേഴ്സ് റിലേഷൻ ആക്കി വെക്കാം എന്ന് പറഞ്ഞാൽ തിരിച്ചു പിടിക്കാം. എക്സിൽ വന്നതൊക്കെ വൈയിലും വൈയിൽ വന്നതൊക്കെ എക്സിലും. ശ്രദ്ധിക്കട്ടോ. π/2 π 3π/2 etc. 2π. നെഗറ്റീവ് സൈഡിൽ -π/2 -π -3π/2 etc. then ഇവിടെ 1 -1. ഇനി വെർട്ടിക്കൽ ബൗണ്ടറി എല്ലാം ഹൊറിസോണ്ടൽ ബൗണ്ടറി ആവും. ഏറ്റവും ആദ്യത്തെ ബൗണ്ടറി ഫസ്റ്റ് π/2 ഹൊറിസോണ്ടൽ ബൗണ്ടറി. then അടുത്തത് 3π/2 3π/2 താഴേക്ക് ആദ്യത്തെ ബൗണ്ടറി -π/2 then അത് -3π/2 എക്സെട്ര. ഇതിനകത്തുണ്ടായിരുന്ന ഷേപ്പുകൾ ഫസ്റ്റിൽ y ആക്സിനെ ക്രോസ് ചെയ്ത് മേലോട്ട് തിരിഞ്ഞുന്ന ആ ഒരു ഷേപ്പ് ഈ 1 ഇവിടെ ഇങ്ങനെ x ആക്സിനെ ക്രോസ് ചെയ്ത് റൈറ്റിക്ക് ഇങ്ങനെ തിരിഞ്ഞിക്കും. പിന്നെ അതിനടുത്ത് താഴോട്ട് തുറന്നുന്ന ഷേപ്പ് ഈ ഇൻ്റർവെല്ലിൽ ഇടത്തോട്ട് ഇങ്ങനെ തിരിഞ്ഞിക്കും. അപ്പോൾ അടുത്ത ഇതിൽ വരിക, ഇതിൽ ലെഫ്റ്റിക്ക് തന്നെ വരിക, ഒന്നിടവിട്ട് ലെഫ്റ്റും റൈറ്റും ആയിട്ട് നിൽക്കും. അപ്പോൾ മേലോട്ട് തുറന്നു നിന്ന ഷേപ്പൊക്കെ റൈറ്റിക്കും താഴോട്ട് തുറന്നു നിന്ന ഷേപ്പൊക്കെ ലെഫ്റ്റിക്കും തുറന്നു നിൽക്കും. ഈ ഷേപ്പുകൾ കംപ്ലീറ്റ് എടുത്താൽ ഈ റിലേഷൻ കാണിക്കുന്ന അല്ലെങ്കിൽ ഈ റിലേഷൻ ഫങ്ഷൻ ആവോ? ആവില്ല. എന്താ കാരണം നിങ്ങൾക്കറിയാം. വെർട്ടിക്കൽ ലൈൻ ടെസ്റ്റ് നടത്തിയാൽ ഞാനിവിടെ ഒരു വെർട്ടിക്കൽ ലൈൻ വരച്ചു. എത്ര പോയിന്റ് കട്ട് ചെയ്തടാ? 4 പോയിന്റ് കട്ട് ചെയ്തു. ആ 4 മാത്രമല്ല, അതിനി മേലോട്ടും താഴോട്ടും പോകുമ്പോൾ അതിനെയും കട്ട് ചെയ്യും. ഈ വെർട്ടിക്കൽ ലൈൻ ഇവിടെ ഇപ്പോൾ 2 പോയിന്റ് കട്ട് ചെയ്തു. അത് മേലും തായും എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ഇനി ഒരുപാട് കട്ട് ചെയ്യും. എന്ന് പറഞ്ഞാൽ ഒരു എക്സിന് ഒരുപാട് വൈ വരുന്ന ഷേപ്പാണ് ഇത്. അപ്പോൾ ഇത് കംപ്ലീറ്റ് എടുത്താൽ എന്താവില്ല? ഫങ്ഷൻ ആവില്ല. ഇനി നിങ്ങൾ ആലോചിക്കേണ്ടത്, ഇങ്ങനത്തെ ഒരെണ്ണം എടുത്താൽ ഫങ്ഷൻ ആവുമോ? അതും ആവില്ല. അപ്പോൾ ഈ ഒരെണ്ണം മാത്രം എടുത്ത് നമ്മളിത് അവിടെ ഒരു വെർട്ടിക്കൽ ലൈൻ വരച്ചാലും 2 പോയിന്റ് കട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരെണ്ണം മാത്രം എടുത്താലും അത് 2 എണ്ണം കട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരെണ്ണം മാത്രം എടുത്താലും അത് 2 എണ്ണം കട്ട് ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ ഒരു ഷേപ്പ് മാത്രം എടുത്താലും എന്താവില്ല? ഫങ്ഷൻ ആവില്ല. പിന്നെന്താ ചെയ്യുക? അങ്ങോട്ട് പറയും. നേരത്തെ ചെയ്ത തന്നെ, കൊസീക്ക് ഇൻവേഴ്സ് ചെയ്ത് തന്നെ. വലത്തോട്ട് തുറന്ന് നിൽക്കുന്ന ഷേപ്പിൽ ഒരു പകുതിയും ഇടത്തോട്ട് തുറന്ന് നിൽക്കുന്ന ഷേപ്പിൽ ഒരു പകുതിയും എടുത്താൽ അത് കറക്റ്റായിട്ട് ഫങ്ഷൻ ആവും. അങ്ങനെ നമ്മൾ ചെയ്യാൻ പോണ. വലത്തോട്ട് തുറന്ന് നിൽക്കുന്ന പീസിൽ 0ൻ്റെ ഏറ്റവും അടുത്തുള്ള പീസ് ഈ y ആക്സിനെ ക്രോസ് ചെയ്ത് നിൽക്കുന്ന ഈ പീസല്ലേ, അതിൽ മേലെ പകുതിക്കാണോ താഴെ പകുതിക്കാണോ ന്യൂമറിക്കൽ വാല്യൂ
കുറവ്, അഥവാ അതിലേത് പീസാണ് സീറോൻ്റെ അടുത്ത് നിൽക്കുന്നത്? രണ്ടും ഒരേ അകലത്തിലാണ് നിൽക്കുന്നത് അല്ലേ? എന്ന് പറഞ്ഞാൽ രണ്ടിനും ഒരേ ന്യൂമറിക്കൽ വാല്യൂ ആണ്. അപ്പം നമ്മളവിടെ നമുക്കിഷ്ടമുള്ള എടുക്കല്ല, ഫസ്റ്റ് പ്രിഫറൻസ് പോസിറ്റീവിന് കൊടുത്തിട്ട് ഞാൻ ഈ റെഡ് കൊണ്ട് കാണിക്കുന്ന ഈ പകുതി എടുക്കുക. കഴിഞ്ഞില്ല കേട്ടോ, അത് പകുതിയായിട്ടുള്ളൂ, അതൊരു കഷ്ണം. ഇനി നമ്മൾ ഇടത്തോട്ടുള്ളതിലൊരു കഷ്ണം എടുക്കണം, നല്ല ഫങ്ഷനാവുള്ളൂ. ഇടത്തോട്ടുള്ള പീസിൽ സീറോൻ്റെ അടുത്ത് നിൽക്കുന്നത് ഒരേ അകലത്തിൽ രണ്ടാൾ നിൽക്കുന്നുണ്ട്. ഒന്ന് മേലിൽ നിൽക്കുന്നുണ്ട്, ഒന്ന് താഴെ നിൽക്കുന്നുണ്ട് എക്സ് ആക്സിസിൽ. അപ്പോൾ ഫസ്റ്റ് പ്രിഫറൻസ് ആയിരിക്കുക പോസിറ്റീവിന്. അപ്പോൾ താഴേക്ക് ഇറങ്ങേ വേണ്ട. അപ്പോൾ എക്സ് ആക്സിന് മുകളിൽ ഇടത്തോട്ട് തിരിഞ്ഞിരിക്കുന്ന ആ പീസ്, അതിൻ്റെ അപ്പർ ഹാഫാണോ ലോവർ ഹാഫാണോ സീറോൻ്റെ അടുത്തേക്ക് നിൽക്കുന്നത്? ഏതാ? ലോവർ ഹാഫ്. കറക്റ്റാ. അപ്പോൾ ഈ ലോവർ ഹാഫ് ഇത് പൈൻ്റെ നേരെ ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഈ താഴെ പകുതി എടുക്കുക. ഈ റെഡ് കൊണ്ട് കാണിച്ച രണ്ട് പീസ് മാത്രം എടുത്താൽ മക്കളെ ഇതെന്താവും? ഫങ്ഷൻ ആവും. ഇപ്പം ഞാൻ കാണിച്ചതാണ് സീക്ക് ഇൻവേഴ്സ് ഫങ്ഷൻ്റെ ഗ്രാഫ്. ഇത് മാത്രം എടുത്താലേ ഫങ്ഷൻ ആവുള്ളൂ. വേറെയും പകുതികൾ എടുക്കാം ഇല്ലേ? ഇപ്പം ഞാൻ വേറെ രണ്ട് പകുതികൾ കാണിക്കാം. ഒരാൾ ഈ പകുതിയും ഈ ഒരു പകുതിയും എടുത്തു വിചാരിക്കാം. അത് രണ്ടും എടുത്താലും എന്താവും? ഫങ്ഷൻ ആവും. ഇനി വേറെ രണ്ട് പകുതികൾ എടുക്കുക വേണമെങ്കിൽ. അപ്പം ഇതിനെ പല റേഞ്ചിലേക്ക് നമുക്ക് ഫങ്ഷൻ ആവാത്തക്ക രീതിയിൽ കൊണ്ടുപോകാം. അതുകൊണ്ട് നമ്മളെടുത്ത പ്രത്യേക റേഞ്ച് ആ റെഡ് കളറിൽ കാണുന്നതാണ് നമ്മൾ എടുക്കേണ്ടത്. അതിൻ്റെ പേരാണ് പ്രിൻസിപ്പൽ വാല്യൂ റേഞ്ച്. ബാക്കിയെല്ലാം വിട്ടേക്ക്, ആ റെഡ് കാണുന്നത് മാത്രം. അപ്പം ഞാൻ അടുത്തൊരു ഗ്രാഫിലേക്ക് ആ രണ്ട് പീസ് മാത്രം മാറ്റി വരക്കാം. എന്നിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ചർച്ച ചെയ്യാം. ശ്രദ്ധിച്ചോ. സീറോ, ഇവിടേക്ക് 1, -1. 1നെക്കാണ് കുറച്ചുകൂടി വലിപ്പം ഉണ്ടാവും. π/2 മാർക്ക് ചെയ്യണം ഇവിടെ. അത്ര തന്നെ മുകളിലേക്ക് പൈ ഉണ്ടാവും. ഇത്രയും മതി നമുക്ക്. നമ്മൾ ഷേപ്പിൽ നമ്മളിവിടെ π/2ൻ്റെ നേരെ ഒരു ബൗണ്ടറി അല്ലായിരുന്നോ? അതുപടി നമ്മൾ മാർക്ക് ചെയ്യണം. π/2 അവിടെ ഒഴിവാക്കി എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇനി നമ്മൾ ആദ്യത്തെ ആ റെഡ് പീസ് 1ൻ്റെ നേരെ നിന്ന് തുടങ്ങിയിട്ട് ഇങ്ങനെ പോയ ഷേപ്പാണ്. മറ്റേത് -1 ആകുമ്പോൾ പൈൻ്റെ നേരെ നിന്ന് ഇങ്ങോട്ട് തുടങ്ങിയിട്ട് ഇതിങ്ങനെ ഇങ്ങോട്ട് വേണം. ഇതാണ് സീക്ക് ഇൻവേഴ്സ് ഫങ്ഷൻ്റെ ഗ്രാഫ്. അപ്പോൾ ഡെഫിനിഷൻ പറയട്ടോ. ആറാമത്തെ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫങ്ഷൻ y = എന്താ വായിക്കുക? സീക്ക് ഇൻവേഴ്സ് എക്സ് if and only if and only if x = സീക്ക് y. എന്തൊക്കെ പറഞ്ഞ പോലെ തന്നെ എക്സിൻ്റെ സീക്ക് ഇൻവേഴ്സ് y എന്ന് പറഞ്ഞാൽ വൈൻ്റെ സീക്ക് കാണുമ്പോൾ എക്സ് കിട്ടും. അപ്പോൾ ആരുടെ സീക്കാണ് എക്സ്, അയാളുടെ പേരാണ് സീക്ക് ഇൻവേഴ്സ് എക്സ്. അപ്പോൾ ഇതിനെ ഇനി നമുക്ക് കൃത്യമായിട്ട് ഡൊമൈനും റേഞ്ചും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ഡൊമൈൻ പറ. എക്സ് ആക്സിമൊക്കെ നല്ലോണം നോക്കിയിട്ട് ഈ ഗ്രാഫ് കംപ്ലീറ്റ് ആവാൻ എക്സ് ആക്സ് എത്രയാണ് വേണ്ടത്, അതാണ് ഡൊമൈൻ. അപ്പം ശ്രദ്ധിച്ചാൽ ആദ്യത്തെ പീസ് നെഗറ്റീവ് സൈഡിലേക്ക് കിടക്കുന്നത് എക്സ് നെഗറ്റീവിൽ നിൽക്കുമ്പോൾ മൈനസ് സൈഡിൽ നിന്ന് വന്നിട്ട് ആ ഗ്രാഫ് കംപ്ലീറ്റ് ആവാൻ ഒരു പീസ് കംപ്ലീറ്റ് ആവാൻ വേണ്ട സ്ഥലം ഞാൻ കാണിക്കാം.
ഇതാ ഇത്രയും സ്ഥലം. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത പീസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് 1 മേലോട്ടല്ലേ പോകുന്നത് എക്സ് വാല്യൂ. അപ്പോൾ ഈ ഞാനിപ്പോൾ കാണിച്ച കളറിൽ നിൽക്കുന്നതാണ് സീക്ക് ഇൻവേഴ്സ് ഫംഗ്ഷൻ്റെ ഡൊമെയിൻ. എങ്ങനെ എഴുതുക? നേരത്തെ കൊസീക്ക് ഇൻവേഴ്സിന് എഴുതിയ അതേ സെറ്റാണ്. -∞ ക്ലോസ്ഡ് -1 യൂണിയൻ ക്ലോസ്ഡ് 1 ഇൻഫിനിറ്റി, അഥവാ r മൈനസ് ഓപ്പൺ ഇൻ്റർവൽ -1 to 1. -1നും 1ൻ്റെ ഇടയിലുള്ള നമ്പറുകൾക്ക് എന്തില്ല? സീക്ക് ഇൻവേഴ്സ് ഇല്ല. അപ്പോൾ കൊസീക്ക് ഇൻവേഴ്സിൻ്റെ അതേ ഡൊമെയിനാണ് സീക്ക് ഇൻവേഴ്സിന് ഓർത്താൽ മതി, എളുപ്പമാണ്. ഇനി പ്രിൻസിപ്പൽ വാല്യൂ റേഞ്ച്. പ്രിൻസിപ്പൽ വാല്യൂ റേഞ്ച് വൈ ആക്സ് നമുക്ക് നോക്കടാ. ഈ ഗ്രാഫ് കംപ്ലീറ്റ് ആവാൻ വൈ ആക്സ് എത്ര വേണ്ടത്? 0 സ്റ്റാർട്ട് ചെയ്തിട്ട് ഏതുവരെ? പൈ വരെ. അത് ശ്രദ്ധിക്കണം, അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. ഇതിൽ ഒരാൾ പുറത്താണ്. ആരെയും നമ്മൾ ബൗണ്ടറി ഇട്ട് ഒഴിവാക്കിയത്? π/2. അപ്പോൾ നമ്മൾ എങ്ങനെ ഇപ്പോൾ ഇത് എഴുതുക അല്ലെങ്കിൽ കാണിക്കുക? ഇവിടെ ഒരു ഹോളാണ്. അപ്പോൾ എങ്ങനെ എഴുതുക പറയും? ക്ലോസ്ഡ് ഇൻ്റർവൽ 0 to π എന്ന് എഴുതിയിട്ട് അതിൽ നിന്ന് π/2 ഡിലീറ്റ് ചെയ്യുക. ക്ലിയർ അല്ലേ? ക്ലോസ്ഡ് 0π മൈനസ് സെറ്റ് π/2. അപ്പോൾ 0 സീക്ക് ഇൻവേഴ്സിൻ്റെ റേഞ്ചിലുണ്ട്, പൈ ഉണ്ട്, അതിൻ്റെ ഉള്ളിലുള്ള നമ്പർ π/2 അല്ലാത്തതൊക്കെ ഉണ്ട്. π/2 എന്തുകൊണ്ടല്ലാത്തതെന്ന് ആലോചിച്ചാൽ π/2 സീക്ക് ഇൻവേഴ്സിൻ്റെ ആൻസറായിട്ട് വരില്ല. ഒരു എക്സിൻ്റെ സീക്ക് ഇൻവേഴ്സ് π/2 വന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സീക്ക് π/2 എക്സ് കിട്ടി എന്നാണ് അർത്ഥം. സീക്ക് π/2 എക്സ് എന്ന് കിട്ടൂല. കാരണം സീക്ക് π/2 ഫൈനൈറ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല, നോട്ട് ഡിഫൈൻഡാ. അതുകൊണ്ട് ഒരു എക്സിൻ്റെ സീക്ക് ഇൻവേഴ്സ് ആയിട്ടും π/2 വരില്ല. അപ്പോൾ സീക്ക് ഇൻവേഴ്സിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ റേഞ്ച് ക്ലോസ്ഡ് ഇൻ്റർവൽ 0 to π എക്സ്ക്ലൂഡിങ് π/2. ഏറ്റവും ചെറിയ സീക്ക് ഇൻവേഴ്സ് 0, ഏറ്റവും വലിയ സീക്ക് ഇൻവേഴ്സ് പൈ, ബാക്കിയൊക്കെ അതിൻ്റെ ഉള്ളിലാണ് എക്സ്ക്ലൂഡിങ് π/2. ഗ്രാഫ് നോക്ക്, കംപ്ലീറ്റ് ഗ്രാഫ് എക്സ് ആക്സിൻ്റെ മുകളിലാണ്. അതുകൊണ്ട് തന്നെ സീക്ക് ഇൻവേഴ്സിൻ്റെ റേഞ്ചിൽ നെഗറ്റീവ് നമ്പറേ ഇല്ല. ഒരു സീക്ക് ഇൻവേഴ്സിൻ്റെ ആൻസറും നെഗറ്റീവ് കിട്ടൂല. 1ൻ്റെ സീക്ക് ഇൻവേഴ്സ് 0 ആണ്. 1ൻ്റെ സീക്ക് ഇൻവേഴ്സ് 1ൻ്റെ നേരെയുള്ള y വാല്യൂ 0 ആണ്. -1ൻ്റെ സീക്ക് ഇൻവേഴ്സ് പൈ ആണ്. പൈ ആണ്. 1നെക്കാണ് മേലോട്ടുള്ള എക്സിൻ്റെ സീക്ക് ഇൻവേഴ്സ് ബിറ്റ്വീൻ 0 and π/2. -1നെക്കാട്ടിയും താഴോട്ട് വരുന്ന നമ്പറിൻ്റെ സീക്ക് ഇൻവേഴ്സ് ബിറ്റ്വീൻ π/2 and π. പിന്നെ ഈ രണ്ട് ഗ്രാഫുകളും ഈ രണ്ട് പീസും എക്സ് കൂടുമ്പോൾ, എക്സ് ഇങ്ങനെ വലത്തോട്ട് നീങ്ങുമ്പോൾ വൈ ഇങ്ങനെ പൊങ്ങി വരുന്നത് കാണാം. രണ്ടിലും വൈ ഇങ്ങനെ പൊങ്ങുന്നത് കാണാം. എന്ന് പറഞ്ഞാൽ എക്സ് കൂടുമ്പോൾ വൈ കൂടുന്ന കേസ്. അതെന്ത് ഫംഗ്ഷനാണ്? ഇൻക്രീസിങ് ഫംഗ്ഷൻ. അപ്പോൾ സീക്ക് ഇൻവേഴ്സ് ഏത് കൂട്ടത്തിലാണ് വരുന്നത്? ഇൻക്രീസിങ് ഫംഗ്ഷനാണ്. ഇനി കുറച്ച് സ്റ്റാൻഡേർഡ് നമ്പേഴ്സ് നേരത്തെ 5 പറഞ്ഞ പോലെ. അപ്പോൾ സീക്ക് ഇൻവേഴ്സ് ഫംഗ്ഷൻ, അതിൻ്റെ ഡൊമെയിൻ, അതിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ റേഞ്ച്, ഗ്രാഫ്. ഗ്രാഫ് ആ റെഡ് കാണുന്ന 2 കർവുകൾ മാത്രമാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാൻഡേർഡ് നമ്പേഴ്സ് കൂടി പറഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ആയി. ആദ്യമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു സീക്ക് ഇൻവേഴ്സ് 1 എത്രയാണോ? യെസ്, 0. സീക്ക് ഇൻവേഴ്സ് -1 എത്ര? പൈ. അപ്പം നിങ്ങൾ ആലോചിക്കുക, സീക്ക് ഇൻവേഴ്സ് 2, സീക്ക് എടുക്കുമ്പോൾ 2 കിട്ടണം,
സിക്ക് എടുക്കുമ്പോൾ 2 കിട്ടണം. അപ്പോൾ കോസ് എടുക്കുമ്പോൾ 1/2. ആരെ കോസാ 1/2? π/3. ഒരുപാടുണ്ടാവും. അതിൽ 0 to πയിലുള്ളത് മാത്രമേ നിങ്ങൾ നോക്കാൻ പാടുള്ളൂ. റേഞ്ച് അവിടെ പറഞ്ഞാൽ പിന്നെ ആൻസറൊക്കെ ആ റേഞ്ചിൽ തന്നെ വെക്കണം. അപ്പോൾ 0 to πയിൽ സീക്കിൻ്റെ വില 2 വരുന്നത് π/3ക്ക്. അപ്പം സീക്ക് ഇൻവേഴ്സ് -2 -π/3 തെറ്റാ. അതെന്താ തെറ്റാൻ കാരണം? നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, സീക്ക് ഇൻവേഴ്സിൻ്റെ റേഞ്ചിൽ നെഗറ്റീവിൻ്റെ പരിപാടിയേ ഇല്ല. ഒരൊറ്റ നമ്പർ നെഗറ്റീവ് ഇല്ല. അപ്പം നെഗറ്റീവിൻ്റെ സീക്ക് ഇൻവേഴ്സ് കുറച്ചും കൂടി ഉയരത്തിലുണ്ടാവുക. കോസ് ഇൻവേഴ്സിനും മറ്റേ കോട്ട് ഇൻവേഴ്സിനും വന്ന മാതിരി. യെസ് അതന്നെ π-π/3 അഥവാ 2π/3. അപ്പം നിങ്ങൾക്ക് ഓർത്താപ്പ് കിട്ടുന്ന ഒരു സീക്ക് ഇൻവേഴ്സ് ആണ് 2/√3. ആരെ സീക്ക 2/√3 വരല്? സീക്ക് 2/√3 വരണേ കോസ് √3/2 വരണം. അതേതാണ്? 0 to πയിൽ ഒരെണ്ണേ ഉള്ളൂ. 30 ഡിഗ്രി π/6. അപ്പം സീക്ക് ഇൻവേഴ്സ് -2/√3 ആലോചിക്ക്. -2/√3. യെസ് അതന്നെ, അങ്ങനെ തന്നെ. π-π/6 6π-π 5π/6. പിന്നെ ഒരു സ്റ്റാൻഡേർഡ് നമ്പറാണ് സീക്ക് ഇൻവേഴ്സ് ഓഫ് √2. ആരെ സീക്ക √2 വരല്? സീക്ക് √2 വരണമെങ്കിൽ കോസ് 1/√2 അത് 45 ഡിഗ്രി π/4. അപ്പോൾ സീക്ക് ഇൻവേഴ്സ് -√2. കുറച്ചുകൂടി മുകളിലേക്ക് പോകും. അത് π-π/4 3π/4. അപ്പോൾ സീക്ക് ഇൻവേഴ്സ് ഫംഗ്ഷന് അതിൻ്റെ ഡൊമെയിന് പ്രിൻസിപ്പൽ വാല്യൂ റേഞ്ച് സ്റ്റാൻഡേർഡ് നമ്പേഴ്സ്. ഈ നമ്പേഴ്സ് നമുക്ക് സ്റ്റാൻഡേർഡായിട്ട് പറയാൻ പറ്റിയതാണ്. ഈ നമ്പേഴ്സിന് മാത്രമല്ല സീക്ക് ഇൻവേഴ്സ് ഉള്ളത്. സീക്ക് ഇൻവേഴ്സ് 1നും അതിൻ്റെ മേലോട്ടുള്ള എല്ലാ നമ്പറിനും കാണാം. -1നും അതിൻ്റെ താഴോട്ടുള്ള എല്ലാ നമ്പറിനും കാണാം. അതിൻ്റെ ആൻസർ വരുന്ന സ്ഥലം ക്ലോസ്ഡ് ഇൻട്രോൾ 0 to π എക്സ്ക്ലൂഡിങ് π/2. ഗ്രാഫ് കംപ്ലീറ്റ് എക്സ് ആക്സിന് മുകളിലാണ്. ഇത്രയാണ് സീക്ക് ഇൻവേഴ്സ് ഫംഗ്ഷൻ്റെ ബേസിക്സ് പറയാനുള്ളത്. ഈ 2 എണ്ണം കൂട്ടിയിട്ടുള്ള അസൈൻമെൻറ്റ്സ് നിങ്ങൾക്ക് അയച്ചു തരും. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, ഈ ക്ലാസ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്.